നിങ്ങൾ ഇടയ്ക്ക് പിന്മാറിപ്പോയി ദൈവത്തിൽ, ഇടയ്ക്ക് ദൈവമില്ലെന്നൊക്കെ വിചാരിച്ചു. നിങ്ങളുടെ ഒന്നാമത്തെ ജീവിതം തകർന്നു പോകുമ്പോൾ നിങ്ങൾ പകച്ചു നിന്ന് കരഞ്ഞുപോയി. നിന്റെ കുഞ്ഞിനെ നിന്റെ അമ്മ കൈകുളിർക്കി എടുക്കും. ഏത് രാജ്യത്താ? ഓസ്ട്രേലിയ. എങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. ചാവണമെന്നൊക്കെ വിചാരിച്ചു. സത്യം ആണ്. എന്നോട് ദൈവം പറയുക, നീ ചാവത്തില്ല, നിനക്കൊരത്ഭുതം നടക്കാൻ പോവാ. നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ഒരാളെ ദൈവം തരാൻ പോവാ. നിന്റെ സ്ഥിതിഗതികൾ മാറാൻ പോവാ. ഓസ്ട്രേലിയ നീ അഭിഷക്തനായി മാറാൻ പോവാ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കരമടിക്കാൻ പറ്റുന്നവരെ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരെ യേശുവേ എന്ന് വിളിച്ച് ഘടക സദന ഘടക ഹർമ്മവന ഘടക ശബ്ദരാധകന ഘടക. ലീഗിൽ സെപ്പറേറ്റ് ആയോ? എത്ര പിള്ളേരുണ്ട്? എത്ര വയസ്സുണ്ട്? ഞാൻ ദൂത് പറയട്ടെ, ഓസ്ട്രേലിയ തിരിച്ചു പോകും. നീ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഇവിടെ ഇരിക്കുന്നത്. സത്യം. ഈ ചെറുപ്പക്കാരൻ്റെ കുടുകൂടാ കരച്ചിൽ കാണുമ്പോൾ എന്നോട് ദൈവം പറയുക, എല്ലാ പ്രതീക്ഷയും നിനക്ക് പോയാ. നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത്, നിനക്ക് ദൈവം ഒരു നല്ല പാർട്ട്ണറെ തരും. ഒരനുഗ്രഹിക്കപ്പെട്ട ആത്മികയായ ഒരു പെൺകുട്ടിയെ നിനക്ക് ദൈവം ഒരുക്കി തരാൻ പോവാ. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ഈ വയസ്സിനും നിന്റെ അടുത്ത വയസ്സിൻ്റെയും ഇടയിൽ വെച്ച് ഒരു പ്രപ്പോസൽ വരും. ഒരു കല്യാണം ഒന്നും കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചേക്കുവാ. നീ ചാവണമെന്നാ വിചാരിച്ചു. സത്യമായിട്ട് ചത്തേനല്ലേ? ഒത്തിരി പ്രാവശ്യം സത്യം. എന്നോട് ദൈവം പറയുക, നീ ചാവത്തില്ല, നിന്റെ കുഞ്ഞിനെ നിന്റെ അമ്മ കൈകുളിർക്കി എടുക്കും. ഇത് ഞാൻ പ്രവചനമായിട്ട് ഇന്ന് രാവിലെ വിളിച്ചു പറയുക. സഭയൊന്ന് കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് എന്നോട് കർത്താവ് പറയുക, ഓസ്ട്രേലിയയുടെ മണ്ണിലേക്ക് ഇന്ന് രാവിലെ ദൈവം ഇറങ്ങാൻ പോവാ. ദൈവത്തിന്റെ പ്രവർത്തി ചലിക്കാൻ പോവാ. തിരിച്ച് ഓസ്ട്രേലിയക്ക് പോന്നോ? പോവും. ഓസ്ട്രേലിയ എവിടാ? മെൽബൺ. ഞാൻ മെൽബണിൽ വരും, നിങ്ങളുടെ കൂടെ താമസിക്കും. നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവും, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവും. നിങ്ങളുടെ കുഞ്ഞിനെ പിന്നുവാഴമുട്ടം ആ രാജ്യത്ത് വന്ന് പ്രതിഷ്ഠിക്കും. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഉറച്ചൊന്ന് വിളിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് എന്നോട് കർത്താവ് ഒരു വാക്കൂടെ പറയുക. എവിടെ ചെന്നാലും ഒരു ഒറ്റപ്പെടൽ വരും. സത്യം. പേര് പറ. നിങ്ങൾ ഭയങ്കര മിടുക്കനാട്ടോ. നിങ്ങൾ ഇടയ്ക്ക് പിന്മാറിപ്പോയി ദൈവത്തിൽ നിന്ന്, ഇടയ്ക്ക് ദൈവമില്ലെന്നൊക്കെ വിചാരിച്ചു. അതാണ്ട് ഒരു ദൂത് പറയുക, നിങ്ങൾ സുവിശേഷകനാവും. നിങ്ങൾക്കിതൊന്നും ചിന്തയില്ല. നിങ്ങളുടെ ബൈബിൾ എടുക്കും, യേശുവിനെ ഉയർത്തും, ബിനുവാഴ്മുട്ട രാജ്യത്ത് വരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാവും. നിങ്ങളുടെ വിവാഹം നടക്കും. മെൽബണി നിങ്ങൾക്ക് വീടുണ്ടോ? മെൽബണി വീടുണ്ടോ? ഉണ്ട്. സ്വന്തമായിട്ട് വീടുണ്ട്. എല്ലാം ദൈവം തന്നില്ലയോ? സമാധാനമില്ല, സ്വസ്ഥതയില്ല. ശരി, ഒരു സുന്ദരി പെണ്ണിനെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മികയായ ഒരു പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിക്കും. നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഇതിപ്പോൾ പ്രവചനം പറയുക, ഇത് ഞാൻ ദൂത് പറയുക. നമ്മൾ തമ്മിൽ ലൈഫിൽ ആദ്യം കാണുമല്ലേ? ആദ്യം ആദ്യം കാണുമോ? ഇതാ ദൈവം. ദൈവത്തിന് എല്ലാം അറിയാം. കർത്താവ് എന്നോട് പറയുക, ആ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാൻ പോവാ. നിങ്ങളുടെ മനസ്സിൽ നിറച്ച് ഭയങ്കര നിരാശയാ.
ഇന്ന് രാവിലത്തെ ആരാധനയിൽ ആ നിരാശയുടെ സ്പിരിറ്റിനെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവാ. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സകല ദൈവത്തിന്റെ മക്കളും കൂടെ കരമടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കരത്താൽ, ദൈവത്തിന്റെ അത്ഭുതത്താൽ, ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ഈ രാവിലെ മാനിക്കപ്പെടാൻ പോവാ. ഇവൻ സുവിശേഷകനാകട്ടെ, ഇവൻ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കട്ടെ. ഒന്ന് മുട്ടൂത്തേ, എല്ലാരും ഒന്ന് കൈ നീട്ടി പിടിച്ച്. ബ്രദറെ, പേര് പറ, നിങ്ങളുടെ പേര് പറ. റോണെ, നിങ്ങൾ സുവിശേഷകനാവും. നിങ്ങൾ യേശുവിനെ പ്രദാനം ചെയ്യും. നിങ്ങൾക്ക് ഒരു പാർട്ട്ണറെ ദൈവം തരും, ഒരു ആത്മികയായ ഒരു പാർട്ട്ണറെ. നിങ്ങളുടെ ഒന്നാമത്തെ ജീവിതം തകർന്നു പോകുമ്പോൾ നിങ്ങൾ പകച്ചു നിന്ന് കരഞ്ഞുപോയി, എല്ലാം അവസാനിച്ചു പോവാന്ന് നിങ്ങൾക്ക് തോന്നി. പല ആവർത്തികൾ നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, ഇപ്പോഴും സ്വസ്ഥതയില്ല, ഇല്ല, സത്യം. പക്ഷെ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകും. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. നീ യേശുവിന്റെ ആളാകും. കർത്താവിനെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മകനെ സമർപ്പിക്കുന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ താൻ താമസിക്കുന്ന വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാവിലെ ഇറങ്ങിച്ചെല്ലട്ടെ. പെട്ടെന്നൊരു ദൈവപ്രവൃത്തി ഈ വീട്ടിലേക്ക് ഉണ്ടാകട്ടെ. ദൈവ മകത്വം ഇറങ്ങട്ടെ. സമയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് അഭിഷക്തനാകട്ടെ.